ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വഴുതനങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മെഴുക്ക് വരട്ടിയാണ് ഇത്. അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മെഴുക്ക് വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മെഴുക്ക് വരട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം, എന്നാലാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തീ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ സ്വതവേ കടുക് കുറവാണ് ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 400 ഗ്രാം വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടിയിട്ട് ഒന്ന് പുരട്ടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറേ നേരം വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പുരട്ടി വെച്ചിട്ടുള്ളൂ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വഴുതനങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരണം. അതുവരയ്ക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വല്ലാണ്ട് ഫ്രൈ ആയി വരണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ ഈ വഴുതനങ്ങ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, എപ്പോഴും മിക്സ് ചെയ്ത് കൊടുക്കണം എന്നില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പം ഞാൻ ഈ വഴുതനങ്ങ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ നന്നായി കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറയൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോഴാണ് ആ വഴുതനങ്ങയുടെ മെഴുക്ക് വരട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കറ ഉണ്ടെങ്കിൽ ഒരു കുത്താണ് ഉണ്ടാവുക. അപ്പോൾ നന്നായി കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ വഴുതനങ്ങയുടെ പുറമെയൊക്കെ ഒന്ന് കളർ ചേഞ്ചായി വരട്ടെ. പിന്നെ ഞാൻ ഇതേപോലെയാണ് വഴുതനങ്ങ നുറുക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളനെ വേണമെങ്കിൽ നുറുക്കിയെടുക്കാം. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല, പക്ഷേ വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി ചേർക്കുമ്പോൾ കിട്ടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വഴുതനങ്ങയുടെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് നടുകീറിയത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വഴുതനങ്ങ ഉടയാത്ത രീതിയിൽ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1-2 വട്ടം ഇത് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മൂടി വെച്ച് വേവിക്കാനായിട്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വഴുതനങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കഴിക്കാനാണ് താല്പര്യം വെച്ചാൽ ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.